ചില സിനിമകളൊക്കെ അങ്ങനെയാണ് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ തോന്നില്ല. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ആ കണ്ടു വന്ന ക്ഷീണത്തിൽ, അതായത് ഒന്നുമില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയാൻ തോന്നുന്നില്ല, ഒരു 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 ചത്ത ഫീൽ. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റിട്ട് OTTയിൽ ഒരു സിനിമ ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടിരുന്ന് കണ്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്നൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്നിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ചാർജ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ സിനിമ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ വൻ പ്രതീക്ഷയോടുകൂടി ഒന്നല്ല തിയേറ്ററിൽ പോയി കണ്ടത്. എന്നാലും ഒരു മോശം പടമായിരിക്കില്ല എന്ന് പറയുന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, ഈ സ്റ്റീവ് റോജേഴ്സ് നിന്ന് സാം വിൽസണിലേക്ക് വരുമ്പോൾ അയാൾ ചെയ്യുന്നത് വല്ലതും ഇവനെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കേൾക്കുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞ് മാത്രം എടുത്തു വെച്ചതുപോലത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു പറച്ചിലിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഈ സിനിമയിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു ഫീല് നമ്മളിൽ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പ്രധാന പ്രശ്നമായിട്ട് തോന്നിയത് ഒരു ബിലീവബിലിറ്റി, ഒരു വിശ്വസിക്കാനുള്ളൊരു ഫാക്ടറില്ലേ. അതായത് ഇതിനകത്ത് കാണിക്കുന്നത് VFXും ആനിമേഷനൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ അപ്പോൾ പോലും ഇതിനു മുമ്പ് ഉള്ള സിനിമകളിലൊക്കെ നമുക്ക് ഒരു വിശ്വസിക്കാനുള്ളൊരു എലമെൻറ്റ് ഫീൽ ചെയ്യും. അത് ആ ഗ്രാഫിക്കൽ പരിപാടിയും പിന്നെ ഫിസിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അത് ഈ സിനിമയിൽ അത്ര അങ്ങോട്ട് വർക്കായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഹൾക്കിൻ്റെ സിനിമയൊക്കെ അതൊക്കെ കാണുന്ന പോലെ, അതൊക്കെ റീവാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി തോന്നിയത് ഈ അസ്ഥാനത്ത് ലൈറ്റ് ഹ്യൂമർ കൊണ്ടുവന്നിട്ടിട്ട് ഇതിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യം പറയാലോ, കഥ പോലും മനസ്സിൽ നിൽക്കുന്നില്ല. അതായത് ഇന്നലെ ആ പടം കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുക, ആ പടത്തിൽ അപ്പം ഓക്കെ ഇങ്ങനെ പറഞ്ഞ് ഓർത്തെടുക്കേണ്ട ഒരവസ്ഥയിലേക്കാണ്. അത്രയും പോലും നമ്മളെ യാതൊരു തരത്തിലും സ്വാധീനിക്കാതെ പോകുന്നൊരു സിനിമ, കണ്ടു മറക്കാവുന്നൊരു സിനിമ. അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഗംഭീര സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമയിൽ കഥാപാത്രങ്ങൾ എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊരു ചാർജും തരാതെ പോയൊരു സിനിമയാണത്. സാം വിൽസൺ ആസ് ക്യാപ്റ്റൻ അമേരിക്ക, ഓക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ റെഡ് ഹൾക്ക്, ഇതിലൊന്നും ഒരു പഞ്ച് കിട്ടിയില്ല നീ. അത് കഴിഞ്ഞ് OTTയിൽ Disney+Hotstarൽ ഞാൻ കണ്ട സിനിമ എന്ന് പറയുന്നത് ഏലിയൻ റോമുലസ് എന്ന് പറയുന്ന സിനിമയാണ്. ഇത് റിലീസായ സമയത്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് സിനിമാ സുഹൃത്തുക്കൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ സിനിമാ സുഹൃത്തുക്കളാണ്, സിനിമാക്കാരായ സുഹൃത്തുക്കളല്ല, സിനിമ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ. ഒരുപാട് പേര് പറഞ്ഞു, മച്ചാൻ ഇത് പോയി കാണണം, ഇത് IMAXൽ കാണണം, അങ്ങനെയാണ്, ഗംഭീര പടമാണ്, കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തൊക്കെയോ ആ സമയത്തുള്ള ചില പേഴ്സണൽ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മിസ്സായി പോയൊരു സിനിമയായിരുന്നു തിയേറ്ററിൽ. ഇപ്പോൾ കാണുമ്പോൾ, ഈവൻ നമ്മൾ ഹോട്ട്സ്റ്റാറിലിരുന്ന് കാണുമ്പോൾ അപ്പോൾ പോലും എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഏലിയൻ ഫ്രാഞ്ചൈസിയിലേക്ക് ചേരുന്നൊരു സിനിമയാണിത്. ഈ മാർവലിൻ്റെ പടം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒരു ഫ്രാഞ്ചൈസിയിൽ നമ്മളൊരു പടത്തിനെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് കൃത്യം പ്ലേസിംഗ് ആയിരിക്കണം. മാത്രമല്ല അതിനോട് ഇച്ചിരി ആത്മാർത്ഥതയൊക്കെ കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറയുന്നൊരു കാര്യം പറയാനൊരു ഉദാഹരണം പോലെയൊക്കെ എടുത്ത് വെക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അതായത് നമ്മളത് കാണുമ്പോൾ ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഒരു ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കും കൂടി ഫീൽ ചെയ്യുന്ന തരത്തിൽ, നമുക്കും ഈ രക്ഷപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ ആശ്വാസം ഫീൽ ചെയ്യുന്ന തരത്തിൽ അടിപൊളി വിഷ്വൽസ് ആയിട്ട്, അടിപൊളി സൗണ്ടിങ് ആയിട്ട്, പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. മനുഷ്യൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് വർക്കാവുന്ന കുറേ ഇമോഷൻ സാധനങ്ങളുണ്ടല്ലോ. ഒരു AIക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, മനുഷ്യന് മാത്രമേ മനുഷ്യൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുറേ എലമെൻറ്റുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഏലിയൻ റോമുലസ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു നല്ല പെയർ ഓഫ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് നല്ലൊരു ഡിവൈസിൽ കാണാൻ വേണ്ടി നോക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞ് വന്നിരിക്കുന്ന സിനിമ ചാവ എന്ന് പറയുന്ന സിനിമയാണ്. ഛത്രപതി ശിവജി മരിച്ചു, ഔറംഗസേബ് ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷേ ഒരു സിംഹഗർജനം പോലെ ഒരു ശബ്ദം ഉയർന്നു വന്നു. അതൊരു കൊടുങ്കാറ്റായി, പേമാരിയായി ഔറംഗസേബിൻ്റെ ഉറക്കം കെടുത്തി. ഒടുക്കം ശത്രുവിൻ്റെ കയ്യിൽപ്പെട്ട് അവസാനത്തുള്ളി രക്തവും ഊർന്നുപോയി ആ ശരീരത്തിൽ നിന്ന് ജീവൻ വെടിയുമ്പോൾ ലോകം കണ്ട ഏറ്റവും കരുത്തനായ പോരാളികളിൽ ഒരാൾക്ക് മുന്നിൽ സൂര്യൻ പോലും ആവേശത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സംഭാജി, ഛത്രപതി ശിവജിയുടെ മകൻ. അയാളുടെ ജീവിതകഥയെ ആസ്പദമാക്കി റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ചാവ. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനെ പറ്റി, അയാളുടെ ജീവിതകഥ എന്തായിരുന്നു എന്നൊക്കെയുള്ളത്, അതിൻ്റെ ഒറിജിനൽ സ്റ്റോറി എന്താണ് എന്നൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ വിശേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്കുണ്ടാകുന്ന ഇംപ്രഷനാണ്. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിൽ പറയാതെ പോകരുതായിരുന്നു എന്ന് തോന്നിയ കുറേ ഘടകങ്ങളുണ്ട്. പക്ഷെ അതിൽ ഒരു എലമെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ന് രാഷ്ട്രീയപരമായി പഴയ ഹൈന്ദവ രാജാക്കന്മാരെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ രാജ്യം, ഹിന്ദുക്കൾ എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് അവനവൻ ഇഷ്ടമുള്ള വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു രാജ്യം എന്നൊരു സ്വപ്നം പങ്കുവെക്കുന്നുണ്ട്.
അതെവിടെയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആൾക്കാർ മാത്രം എന്ന് ചരിത്രത്തെ വരെ വളച്ചൊടിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു അതൊരു ചെറിയ ഡയലോഗ് ആണെങ്കിൽ പോലും വളരെ പ്രസക്തമാവുന്നുണ്ട്. ഇനി ആസ് എ സിനിമ ചാവയെ നമ്മൾ നോക്കി കാണുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്. അങ്ങേര് പെടച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില സമയത്ത് ഇത് ഏത് സിനിമയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് പോലെ ഒരു വിദേശ ചിത്രത്തിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ഗംഭീര മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ആക്ഷൻ രംഗങ്ങൾ എടുത്ത് നോക്കിയാലും ഇനി അതല്ല കുറച്ച് ഇമോഷണൽ പരിപാടികളാണെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഈവൻ ഈ ഔറംഗസേബിനും സംഭാജിക്കുമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇവർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എപ്പിക് സാധനമുണ്ട്. ഇയാൾ വില്ലൻ ആയതുകൊണ്ട് ഇയാൾക്ക് മറ്റേ ടോൺ 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 മ്യൂസിക് ഇട്ട് കൊടുത്താൽ പോരല്ലോ. ഇയാൾ അത്രയും വലിയൊരു ലെവലിലേക്ക് വളർന്നു വന്ന അയാളെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ പോലും അയാൾ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അയാൾ എന്ന ഒരു വില്ലനിക് രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ ഒരു ഗ്രാൻഡ് സാധനം ഉണ്ടല്ലോ, അത് അവിടെ കൊടുക്കുക. അതേസമയം ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതിനൊരു വീരേതിഹാസ പരിപാടിയൊക്കെ ആണല്ലോ. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ് AR റഹ്മാൻ ചെയ്തിട്ടുള്ളത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി പടം കാണാം. രണ്ടാമത്തെ കാര്യം വിഷ്വൽസ് ആണ്. ഇതിൻ്റെ VFX, അതുപോലെ തന്നെ ഇതിലെ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തേക്കുന്നത് ഒക്കെ അടിപൊളിയായിട്ടാണ്. ഗംഭീര വിഷ്വൽസാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മ്യൂസിക് പറഞ്ഞ അതേ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു ഗ്രാൻഡ് പരിപാടി നമ്മളിങ്ങനെ കാണുന്ന പോലെയാണ് ആ വിഷ്വൽസൊക്കെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആകെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വിക്കി കൗശൽ, അതായത് സംഭാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളി ഈ ആൾക്കാരെ കുത്തി വാളൊക്കെ ഇങ്ങനെ വീശുന്ന സമയത്ത് ഈ വാളിലുള്ള രക്തം ഉണ്ടല്ലോ, അത് ബേസിക്കലി മിക്ക സിനിമകളിലും VFX ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ ഇതിങ്ങനെ ഒരു സ്ലോ പേസിൽ വരുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ വരച്ച് ചേർത്ത് പോവുകയാണെന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ VFX അവർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. അതിൻ്റെ ഒരു ലൈറ്റിങ്ങും കളറിങ്ങും പിന്നെ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അവരുടെ കോസ്റ്റ്യൂം പരിപാടികൾ എല്ലാം കൊണ്ടും ഈ സിനിമയെ വിഷ്വലി എൻറിച്ച് ചെയ്യുന്ന എല്ലാ ഘടകങ്ങൾക്കും നമ്മൾ കൈയടി കൊടുക്കണം. കാര്യം എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ IMAX സ്ക്രീനിലാണ് ഇത് കണ്ടത്. 2D ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കുറച്ചും കൂടി വലിയ സ്ക്രീനിൽ കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ സിനിമ അഥവാ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു വലിയ സ്ക്രീൻ, അത്യാവശ്യം നല്ല സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു തിയേറ്റർ സ്ക്രീനിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളൊക്കെയാണ്. എല്ലാവരും വളരെ രസമായിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിനെ, അതായത് ചില ക്യാരക്ടേഴ്സിന് ഇത്രയേ ചെയ്യാനുള്ളൂ, അതവർ അത്രയും അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് പറയില്ല, അങ്ങനെ എല്ലാവരും നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് വിക്കി കൗശൽ ആസ് സംഭാജി, അയ്യോ, അങ്ങേര് ഈ സ്പീച്ചൊക്കെ കൊടുക്കൂലേ, അപ്പം നമുക്ക് രോമാഞ്ചം വരും എന്ന് പറയുന്ന പോലെയാണ് ആ വോയിസ് മോഡുലേഷൻ പരിപാടിയൊക്കെ. സ്പീച്ച് ചിലപ്പോൾ ഭയങ്കര അടിപൊളിയൊക്കെ ആയിരിക്കും, പക്ഷെ അത് നന്നായി ഡെലിവർ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ വേണം, എന്നാലേ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും ഈ ഇന്ത്യൻ സിനിമ മുഴുവൻ എടുത്ത് നോക്കുമ്പോഴും പലയിടത്തും ഫീൽ ചെയ്തിട്ടുണ്ട് ഡയലോഗ് ഡെലിവറിയിൽ ഒരു സാധനം കണ്ടെത്തുക എന്ന് പറയുന്നത് പല ആളുകൾക്കും ഇല്ല. നമ്മൾ താരങ്ങളെന്ന് കൊട്ടിഘോഷിക്കാൻ വേണ്ടി എടുക്കുന്ന ആളുകൾ എടുത്ത് നോക്കിയാൽ പോലും ഡയലോഗ് ഡെലിവറിയിൽ പിടിച്ചു നിൽക്കുന്ന നല്ല ഇടിവെട്ട് അങ്ങനത്തെ സാധനങ്ങൾ കുറവാണ്. ഈ സിനിമയിൽ വിക്കി കൗശൽ ഗംഭീരമായിട്ട് അയാളുടെ ഡയലോഗ് ഡെലിവറി, വോയിസ് മോഡുലേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ്, ഫൈറ്റ് സീക്വൻസുകളാണെങ്കിലും അയാളുടെ അവസാനത്തേക്ക് വരുമ്പോൾ അതിക്രൂരമായി പൈശാചികമായി എന്ന് പറയാവുന്ന രീതിയിൽ ആണ് അയാളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇയാളുടെ ഈ വേരിയേഷൻസും ഒക്കെ അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. പിന്നെ പറയേണ്ടത് ഔറംഗസേബാണ്. ഞാൻ ഇതിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്നൊന്നും വലിയ റിസർച്ച് ഒന്നും ചെയ്യാതെ ആകെ വിക്കി കൗശലിൻ്റെ പടമാണ്, ചാവ കാണാം എന്ന് പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു ട്രെയിലർ, അങ്ങനെ പോയതാണ്. പക്ഷേ ഔറംഗസേബിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതാരാണ് ഈ ചെയ്തേക്കുന്നത്? കാര്യം അത്ര ഗംഭീരമായിട്ടാണ് നോട്ടം, നിപ്പ്, നടത്തം, ആ ഒരു ടോട്ടൽ ബോഡി ലാംഗ്വേജ്. അയാൾ മുന്തിരിയൊക്കെ കഴിച്ച് ഇങ്ങനെ ചാരി കിടക്കുമ്പോഴേ ഈ അധികാരത്തിൻ്റെ എല്ലാ ഗർവോടും കൂടിയാണ് അയാളെ കിടക്കുന്നത്. ആ ബോഡി ലാംഗ്വേജിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വയ്ക്കുന്നത് അടിപൊളിയാണ്. വിക്കിപീഡിയ പറയുന്നത് അക്ഷയ് ഖന്നയാണെന്ന്. എൻ്റെ പൊന്നു മോനെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങേരെങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നതെന്നറിയോ? ആ മേക്കപ്പ്, കോസ്റ്റ്യൂം പരിപാടികളെല്ലാം വെച്ചുകൊണ്ട് ഇയാളുടെ പ്രകടനം കൂടി ചേരുമ്പോൾ ഈ അധികാര കസേരയിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു കടൽക്കഴവൻ എന്നൊക്കെ പറയുന്ന ആ ഇമേജിനെ അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്, ഗംഭീരമായിട്ടാണ്. ഔറംഗസേബ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ മൈറ്റ്, അയാളുടെ സ്ട്രെങ്ത്തും ഉണ്ട്, എന്നാൽ അതേസമയം നമ്മൾ അയാളെ ആരാധിക്കാനുള്ളതല്ല. അയാൾ അത്രയും പ്രശ്നങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരാളായിട്ടാണ്, അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരാളായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കാണുക എന്ന് പറയുന്നത്, അതിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാൻ വിക്കി കൗശലിനെ പുകഴ്ത്തുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ പുകഴ്ത്തുക ഔറംഗസേബിനെ ചെയ്ത അക്ഷയ് ഖന്നയായിരിക്കും. ഞാൻ എന്താ ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും റെഫർ ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് പുള്ളി തന്നെയല്ലേ ചെയ്തതെന്ന്. അമ്മാതിരി മാൻ. പിന്നെ രശ്മികയുണ്ട്, ഡയന പിന്റി ഉണ്ട്. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ പ്രകടനം ആവശ്യപ്പെടുന്ന
ഒരു ലെവലിലേക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് രശ്മിയുടെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിലും ചില സമയത്ത് കോമഡി ആവുന്നുണ്ട് കേട്ടോ, അത് അല്ലാന്നൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇയാൾ വളരെയധികം ഈ ക്രൂരമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ അപ്പുറത്തിരുന്ന് ദൈവത്തെ വിളിക്കുന്ന സാധനമാണ്. പക്ഷേ അവിടെ അതിനൊരു കൺവിൻസിങ് ഫാക്ടർ ഉണ്ടായില്ല. മാത്രമല്ല ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ചേരായ്മയും തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു അടിപൊളി സീനുണ്ട്. ഈ സംഭാജിയുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര പുകഴ്ത്തലും ഡയലോഗും എല്ലാം കഴിയുമ്പോൾ ഔറംഗസേബ് ഇങ്ങനെ നിന്നിട്ട് പോരാ എന്ന് പറയും. അയ്യോ, അതൊക്കെ ഔറംഗസേബിനെ ചെയ്തു വെച്ചേക്കുന്നത് അടിപൊളിയാണ്. ഞാൻ പറയുന്നത് ആ പ്രകടന മികവിനെ കുറിച്ചാണ്. ആൻഡ് ഈ സിനിമയുടെ ഒരു കഥ പറച്ചിൽ രീതി വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഒരിടത്ത് പോലും നമുക്കൊരു എഴച്ചിലോ വലിച്ചിലോ ഒന്നും ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡയലോഗ് കൂടി പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് കവിത കൂടി പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രേമം കൂടി പോകുന്നു എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് അതിനകത്ത് കൂടുതലായി നിൽക്കുകയോ അല്ലെങ്കിൽ ടോട്ടൽ സിനിമ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന രീതിയിൽ നിൽക്കുകയോ ഒന്നുമില്ല. വളരെ ഗംഭീരമായിട്ട് കഥ പറഞ്ഞു പോയിരിക്കുന്ന ഒരു സിനിമയാണ്. ലക്ഷ്മണ ഉട്ടേക്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തന്ന സിനിമ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ സമീപകാല സിനിമകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെയും വളരെ മികച്ച രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണത്. ബാക്കി ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണമെങ്കിൽ ഞാനും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് അറിയണമല്ലോ. പിന്നെ ഈ രാജാക്കന്മാരെയൊക്കെ ദേശസ്നേഹത്തിനോട് കൂട്ടിച്ചേർക്കുന്ന ആളുകളുണ്ട്. അതിനോട് അന്നും ഇന്നും എനിക്ക് വിയോജിപ്പാണുള്ളത്. നമുക്കത് വേണ്ടി വന്നാൽ മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഞാൻ ഈ പറഞ്ഞ സിനിമകൾ ഏതെങ്കിലും നിങ്ങൾ കണ്ടതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.